ജയൻ ട്രാവലി പേര് കേട്ടിട്ടുണ്ട സംഭവം നമ്മുടെ വറ്റ മത്സ്യം തന്നെയാണ്. 80 കിലോയിലധികം ഭാരം വരുന്ന മത്സ്യമാണ്. പല പേരുകളിൽ അറിയപ്പെടുന്ന മത്സ്യപ്രേമികൾക്ക് ഏറെ പ്രിയമുള്ള വേളാപ്പാര, പാര അഥവാ വറ്റ. ഈ മത്സ്യത്തെ കൃത്രിമമായി പ്രജനനം നടത്തുന്നതിനുള്ള പുതിയ രീതി വികസിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനമായ CMFRI. മേഖലാ കേന്ദ്രമായ വിഴിഞ്ഞം സെന്ററിനാണ് ഈ അപൂർവ നേട്ടം. ലോകമൊട്ടാകെ കാത്തിരിക്കുന്ന ഒരു മീനാണ് ഈ ജയൻ ട്രാവലി. അതിൻ്റെ ബ്രീഡിങ്ങും സീഡ് പ്രൊഡക്ഷനും ലോകത്തെമ്പാടുമുള്ള മത്സ്യകൃഷി, സമുദ്ര മത്സ്യകൃഷിക്ക് ഏറ്റവും അധികം ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മത്സ്യമാണ് ജയൻ ട്രാവലി. 5 മാസം അല്ലെങ്കിൽ 4 മാസം പ്രായമായി വിളവെടുപ്പിന് തൊട്ട് മുന്നേ തന്നെ ഒരു വലിയ മഴ വരികയും അല്ലെങ്കിൽ 1-2 ദിവസത്തെ വലിയ മഴ കൊണ്ട് സലൈനിറ്റി അഥവാ ഉപ്പിൻ്റെ അംശം ഒരുപാട് കുറയുകയും അതുവഴി ഒരു ഭീമമായ നഷ്ടം കർഷകർക്ക് സംഭവിക്കുകയും ചെയ്യാറുണ്ട്. അങ്ങനെ സംഭവിച്ച ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അറിവിൽ തന്നെ ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം വെച്ചിട്ടാണ് കുറച്ചുകൂടെ ഗ്രോത്ത് റേറ്റുള്ള, വളർച്ചാ നിരക്കുള്ള, അതേസമയം മഴ ഒരു വലിയ പ്രശ്നമാവാത്ത രീതിയിൽ ഉപ്പിൻ്റെ അംശം വലിയ പ്രശ്നമാവാതെ ജീവിക്കാൻ പറ്റുന്ന എന്നാൽ ഓഷ്യാനിക് ആയിട്ടുള്ള ഒരു ഫിഷ്, ആ ഒരു കൺസിഡറേഷനിലാണ് നമ്മൾ ഈ ജയൻ ട്രാവലി എന്ന് പറഞ്ഞ മീനിലേക്ക് എത്തിയത്. അഷ്ടമുടിക്കായലിൽ നിന്നും കൊണ്ടുവന്ന ആൺ മത്സ്യത്തെയും പെൺ മത്സ്യത്തെയും പ്രത്യേക കൂട്ടിലാക്കിയാണ് പ്രേരിത പ്രജനനത്തിന് വിധേയമാക്കിയത്. 50 ഗ്രാം തൂക്കം മാത്രമുള്ള മീനുകളെയാണ് ഗവേഷണത്തിന്റെ ഭാഗമായി എത്തിച്ചത്. പരീക്ഷണത്തിന്റെ ഭാഗമായി ഇവയുടെ വളർച്ചയുടെ ഓരോ ഘട്ടവും പ്രത്യേകം നിരീക്ഷിച്ചിരുന്നു. ഏകദേശം 3 കിലോ തൂക്കമായതോടെ പ്രജനനത്തിന് സഹായിക്കുന്ന ഹോർമോണുകൾ ഇവയിൽ കുത്തിവെച്ചു. ക്രമേണ മുട്ടകളിടാൻ പ്രാപ്തമായവയെ വെവ്വേറെ കൂടുകളിലാക്കി. കഴിഞ്ഞ ജൂലൈയിൽ ഇവ ലക്ഷക്കണക്കിന് മുട്ടകളിട്ടിരുന്നു. പൂർണ്ണ വളർച്ച എത്തിക്കഴിയുമ്പോൾ 80 കിലോ തൂക്കവും 6 അടിയോളം നീളവും എത്തുന്ന മത്സ്യമാണ് വറ്റ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീനാണ്, വളരെ സ്വാദുള്ള മീനാണ്. റെഡ് മീറ്റ് ഒട്ടുമില്ല, നല്ല വൈറ്റ് ഫ്ലഷ് ആണ്. അതുകൊണ്ട് ലോകത്തുള്ള എല്ലാ ആൾക്കാരും പ്രിഫർ ചെയ്യുന്ന ഒരു മീറ്റാണിത്. ഒറ്റ സെൻട്രൽ ബോണേ ഉള്ളൂ, ഇന്റർമസ്കുലർ ബോൺസ് ഒന്നുമില്ല. അപ്പോൾ ഒറ്റ ബോൺ ഉള്ളതുകൊണ്ട് തന്നെ ഫില്ലറ്റൊക്കെ ചെയ്ത് നല്ല പീസുകളാക്കി അത് മത്സ്യം കഴിക്കുന്നവർക്ക് എത്താൻ പറ്റുന്ന ഒരു മത്സ്യമാണ്. അതുകൊണ്ടാണ് ഇതിന് വേൾഡ് ഓവർ ഡിമാൻഡ് ഉള്ളത്. CMFRI മുൻ ഡയറക്ടർ ഡോക്ടർ A. ഗോപാലകൃഷ്ണൻ, നിലവിലെ ഡയറക്ടറായ ഡോക്ടർ ഗ്രീൻസൺ ജോർജ്, വിഴിഞ്ഞം മേഖലാ മേധാവി ഡോക്ടർ B. സന്തോഷ്, ശാസ്ത്രജ്ഞന്മാരായ അംബരീഷ് P. ഗോപി, ഡോക്ടർ M. ശക്തിവേൽ എന്നിവരുടെ നിരീക്ഷണത്തിലായിരുന്നു പരീക്ഷണം. കൃത്രിമ പ്രജനനത്തിലൂടെ ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ള ഈ വറ്റക്കുഞ്ഞുങ്ങൾ കർഷകർക്ക് ഗുണകരമാവുന്ന പ്രതീക്ഷയിലാണ് CMFRI. ക്യാമറമാൻ അരുണിനൊപ്പം ഗോകുൽനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഗോകുൽ ഇതൊരു കണ്ടപ്പോൾ ഇപ്പോൾ ഒരു ചെറിയ സർക്കിളിൽ നിൽക്കുന്നതല്ല അല്ലേ, ഒരു വലിയ വിപ്ലവം എന്ന് തന്നെ പറയാം. ഒരുപാട് സാധ്യതകളുണ്ടല്ലേ? ഇത്തരത്തിലൊരു പരീക്ഷണം മുൻപ് ലോകത്ത് പല ഭാഗത്തായിട്ട് നടന്നിട്ടുണ്ട്. പക്ഷേ ഈ കടൽ മത്സ്യത്തെ പ്രജനനത്തിലൂടെ പുതിയൊരു തലമുറയെ ഉണ്ടാക്കിയെടുക്കുക, അതും ഒരു ക്ലോസ് സർക്കിളിനകത്ത്, അതായത് നമുക്ക് കടലിനപ്പുറത്തേക്ക് ഒരു കൃത്രിമമായിട്ടൊരു ടാങ്കിലോ ഒക്കെ മത്സ്യത്തെ പ്രജനനത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടേറിയ ഘടകമാണ്. ഡിബിഷ് തന്നെ മുൻപിനോട് ചോദിച്ചിരുന്നു, ഈ 80 കിലോ ഒക്കെ വരുന്ന മത്സ്യത്തെ എങ്ങനെയാണ് ഈ കടൽ മത്സ്യത്തെ കാർഷിക ഒരു വിളയായിട്ട് എടുക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചോദ്യം. കാരണം പലപ്പോഴും സാധിക്കാറുണ്ട്. പക്ഷേ ഈ വറ്റയുടെ കാര്യത്തിലേക്ക് വരുമ്പം വറ്റ കൃഷി അത്ര ഒരു മുൻപേക്ക് വന്നിട്ടില്ല. കാരണം മുൻപ് എനിക്ക് തോന്നുന്നു ഫിലിപ്പൈൻസ് അടക്കമുള്ള ചില രാജ്യങ്ങളിലൊക്കെ ഇതിൻ്റെ ഒരു പ്രജനനം നടത്തിയിട്ടുണ്ട്. പക്ഷേ അതൊരു വാണിജ്യ അടിസ്ഥാനത്തിലേക്ക് ഒരിക്കലും എങ്ങും പോയിട്ടില്ല. പിന്നെ പലയിടത്ത് വെച്ചിട്ട് ആ പരീക്ഷണങ്ങളൊക്കെ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ സമയത്താണ് ഇത്തരത്തിൽ വിഴിഞ്ഞത്തേക്ക് വരുമ്പോൾ CMFRI ഇത്തരത്തിലൊരു പദ്ധതിയുമായി മുൻപോട്ട് പോവുകയും അത് വിജയിക്കുകയും ചെയ്യുന്നത്. വറ്റയുടെ കാര്യം പറയുകയാണെങ്കിൽ 80 കിലോയിലധികം ഭാരം വരുമെന്ന് പറഞ്ഞു. അതുവരെ എന്തായാലും ഇവർ നിർത്തുന്നില്ല. കർഷകർക്ക് എന്തായാലും ഒരു 6-7 കിലോ ഒക്കെ ആകുമ്പോൾ വിൽക്കാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് മുൻപോട്ട് പോകും. കാരണം ഈ 80 കിലോ ഒക്കെ ആകുമ്പോൾ ടാങ്കിലും കൊള്ളാതെ വരും. അത്രത്തോളം വളർത്തിയെടുക്കുക കർഷകർക്കും വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ഇത് ഹൈലി കാർണിവോറസ് ആയിട്ടുള്ളൊരു ഫിഷാണ്. കാരണം കൂടുതലും മാംസാഹാരമാണ്, പറന്നു പോകുന്ന കിളികളെ വരെ പിടിച്ച് ഭക്ഷിക്കുന്ന ഒരു മത്സ്യമാണ്. അപ്പം ആ ഒരു മത്സ്യത്തെ അതിൻ്റെ ഒരു പ്രത്യേകത എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ഈ വേട്ടക്കാർക്ക് ഏറ്റവും താല്പര്യമുള്ളൊരു ഒരു മീനിനമാണ്. കാരണം ചൂണ്ടയിൽ എന്തെങ്കിലും ഒരു മാംസകഷ്ണം ഇട്ടാൽ അപ്പം തന്നെ ഓൺ ദ സ്പോട്ട് ഇത് വന്ന് കഴിച്ചിട്ട് പോകും എന്നുള്ളതാണ്. അതിനെ അപ്പോൾ പിടിക്കാനും എളുപ്പമുണ്ട്. അതുപോലെ ഇത് ചൂണ്ട വലിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. അപ്പോൾ ആളുകൾക്ക് അത് കാണാനും ഒക്കെ ഒരു കൗതുകമുള്ളതുകൊണ്ട് തന്നെ എന്തായാലും ഇത് വംശനാശം നേരിടുന്ന ഒന്നുമല്ല. അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ആണ്, അത് എടുത്തു പറയേണ്ട ആ ഒരു രസമുകുളങ്ങളെ ഉണർത്തുന്ന തരത്തിലാണ് അതിൻ്റെ ആ ഒരു മാംസത്തിന്റെ ഘടനയൊക്കെ. അത് എനിക്ക് തോന്നുന്നു വലിയ തോതിൽ ഒരു വ്യാവസായിക സാധ്യതകളുണ്ട്. നമ്മുടെ ഇവിടുത്തെ കർഷകർക്ക് കൂടുതൽ അവരുടെ
വരുമാനം വർദ്ധിപ്പിക്കാൻ പറ്റുന്ന നിലയിലേക്ക് അത് പെട്ടെന്ന് പ്രാവർത്തികമായിട്ട് ഇപ്പോൾ പരീക്ഷണത്തിൻ്റെ ഒരു ഘട്ടം വിജയിച്ച കാര്യമാണ് നമ്മൾ അറിയുന്നത്. ഇനി അത് അടുത്ത ഘട്ടത്തിൽ കർഷകരിലേക്ക് വേഗത്തിൽ എത്തട്ടെ എന്ന് കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. ശരി ഗൂഗിൾ, എന്തായാലും നല്ലൊരു പരീക്ഷണം നല്ല രീതിയിൽ റിസൾട്ടുമായി മുന്നോട്ട് പോകുന്നു.